ടോട്ടൽ KSRTCയുടെ നിയന്ത്രണം, ഷെഡ്യൂളിംഗ്, അക്കൗണ്ട്സ്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറും. അതായത് ഞാൻ മന്ത്രിസ്ഥാനത്ത് പോയാലും ഇപ്പോഴത്തെ MD മാറിപ്പോയാലും മറ്റൊരു മന്ത്രി വന്നാലും ആര് തന്നെ മാറിപ്പോയാലും സിസ്റ്റത്തെ ഇനി പൊളിക്കാൻ പറ്റാത്ത സിസ്റ്റത്തിൽ, അല്ലാതെ ഇത് പെർമനന്റ് സൊല്യൂഷൻ അല്ലാതെ ഇതിനൊരു അവസരം ഇത് രക്ഷപ്പെടില്ല. ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു പക്ക ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിൽ. ഇപ്പോൾ പിന്നെ റിപ്പോർട്ട് ഖന്ന പിന്നെ റിപ്പോർട്ടുണ്ട്, അതിൽ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല, പിന്നെ അക്കൗണ്ട്സ് ആളില്ല, അക്കൗണ്ട് സെക്ഷൻ ഇല്ല. അതെല്ലാം മാറും. ഈ കമ്പ്യൂട്ടർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എൻട്രി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് തരും. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ, ചിലവുകൾ ഉണ്ടാക്കാതെ, അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വെക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവും. ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോൾ കിട്ടും. അപ്പോൾ MDക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് MDക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ചു വന്ന് വെച്ച് തന്നാൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന രീതിയിലേക്ക് KSRTC മാറും. ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിൽ ഇപ്പോൾ ഒന്നുമില്ല, അക്കൗണ്ടിങ് ഒന്നുമില്ല. അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് വരുന്നു, ഈ പർച്ചേസ് വരുന്നു, ബില്ല് കൊടുക്കുക, പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് അവിടെയാണ് കറക്റ്റ്. അൺനെസസറി ആയിട്ട് ഒരാളുടെ നിന്ന് കുറേ സാധനം വാങ്ങി വയ്ക്കും. ഇപ്പോൾ 3 months ഇൻവെന്ററി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല, എന്നാൽ എല്ലാ സാധനങ്ങളും കാണും. അതിന്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും. ഒരു കമ്പനിയോട് നമ്മൾ 5000 ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ 5000 ബാറ്ററി അവരുടെ തന്നെ വാങ്ങി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ 4900 ബാറ്ററി വരുന്ന 2 കൊല്ലം കഴിഞ്ഞ് അതിവിടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകും. ടയർ ഇരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും. 3 മാസത്തേക്കുള്ള സാധനം വാങ്ങും. അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ KSRTC തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭം. അല്ല, ഒരു സിസ്റ്റം മാറില്ല. കണക്കെല്ലാം കറക്റ്റ് കണക്ക്. ഇവിടെ ഒരു സിസ്റ്റം ഇല്ലല്ലോ, മാറാൻ ഒരു സിസ്റ്റം ഇല്ല. അത്തരത്തിലൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരാണ്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ടോട്ടലി ആർക്കും ഭരിക്കാവുന്നൊരു സാധനമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ ആർക്കും വണ്ടി ഓടിക്കോളും എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ആരിരുന്നാലും XYZ ആരിരുന്നാലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്ത് പൊക്കോളും. നമുക്കറിയാം, കാര്യം അറിഞ്ഞാൽ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നു, വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണത്. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല, തുച്ഛമായ ലാഭമാണ് അങ്ങനെ പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിൽ ആളില്ല. 10 രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു 100 പേര് ഒരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറി എന്ന് വയ്ക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. അതിന് കറണ്ട് ചാർജ് എത്ര വേണം? ഡ്രൈവറുടെ ശമ്പളം എത്ര വേണം? 28 പൈസ വെച്ച് ഷിഫ്റ്റിന് കൊടുക്കണം. 28 രൂപ വെച്ച് ഒരു കിലോമീറ്റർ. ഇപ്പോൾ 100 കിലോമീറ്റർ ഓടുമ്പോൾ എന്താ മിച്ചമുണ്ട്? 200 കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട്. കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം. 10 രൂപ വെച്ച് ആ വണ്ടിയിൽ 100 പേര് കയറാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 100 പേര് കയറി എന്ന് നിങ്ങൾ കണക്കാക്കും. 10 രൂപ വെച്ചിട്ട് 1000 രൂപയായി. 228 രൂപ വെച്ച് KSRTC ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം. ഒരു കിലോമീറ്റർ 28 രൂപ വെച്ച് ഒരു ദിവസം 200 കിലോമീറ്റർ കൊടുക്കും. കറണ്ട് ചാർജ് KSRTC കൊടുക്കും. ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കും. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് KSRTC ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല.